നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട അടൂർ കോട്ടമുറിയിൽ യുവതിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടക്കുന്ന വിവരങ്ങൾ പുറത്ത്. തൂങ്ങി മരണത്തിൽ കാമുകൻ അരുൺ അറസ്റ്റിലായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് നിർണായകമായ കണ്ടെത്തലുകളാണ്. മതം മാറി വിവാഹം കഴിക്കണമെന്ന് ഷെഹനയെ അരുൺ ഭീഷണിപ്പെടുത്തിയിരുന്നു. അരുണിന്റെ സ്വഭാവ ദൂഷ്യം മനസ്സിലായതോടെ ഇയാളെ ഷഹന എതിർത്തിരുന്നു. മതം മാറാൻ തയ്യാറായില്ല. ആ ബന്ധവുമായി മുന്നോട്ട് പോകാൻ ഷഹന തയ്യാറായില്ല. പിന്നാലെയാണ് ഇത്തരത്തിലൊരു ക്രൂരത, അതായത് ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന തരത്തിലുള്ള ആക്രമണവും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ ആ ദിവസം ഷഹന ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത്. ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയായിരുന്നു അരുണിനെ അറസ്റ്റ് ചെയ്തത്. തൂങ്ങി മരിക്കും മുൻപ് ഷഹനയെ അരുൺ മർദ്ദിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഷഹനയുടെ സ്വകാര്യ വീഡിയോകളും ഫോട്ടോകളും മൊബൈൽ ഫോണിൽ ഇയാൾ പകർത്തിയിരുന്നു. തന്നെ ഒഴിവാക്കുന്നതിന്റെ വൈരാഗ്യത്തിൽ അരുൺകുമാർ ഷഹനയെ ഉപദ്രവിക്കുമായിരുന്നു. മൊബൈൽ ഫോണിൽ പകർത്തിയ ചിത്രങ്ങളും വീഡിയോയും പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ഏഴംകുളം സ്വദേശി അരുണാണ് ഷഹനയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. തിങ്കളാഴ്ച രാത്രിയാണ് ഷഹനയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമെന്ന് കുടുംബം ആരോപിച്ചിരുന്നുവെന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യയെന്ന് തെളിയുകയായിരുന്നു. ഈ സംഭവ സമയത്ത് അവിടെ നിന്ന് തന്നെ അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ഷഹനയുമായി കയ്യാങ്കളി ഉണ്ടായതായി അരുൺ സമ്മതിച്ചു. യുവതിയുടെ കുടുംബവും ഇത് സംബന്ധിച്ച പരാതി പോലീസിൽ നൽകി. ഇതോടെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് പോലീസ് കേസെടുത്തത്. ഭർത്താവുമായി ഏറെക്കാലമായി അകന്നു കഴിയുകയായിരുന്നു ഷഹന. തിങ്കളാഴ്ച വൈകിട്ട് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ട്യൂഷന് പോയ സമയത്താണ് അരുൺ വീട്ടിലെത്തിയത്. വീട്ടിൽ നിന്ന് അയൽവാസികൾ ബഹളം കേൾക്കുന്നു. പിന്നാലെ അവർ ഓടിയെത്തുന്നു. വാർഡ് കൗൺസിലറെ വിവരം അറിയിച്ചു. നാട്ടുകാർ എത്തുമ്പോൾ അരുണും സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. സ്റ്റെയർ കേസിൽ തൂങ്ങിയ നിലയിലായിരുന്നു ഷഹന. പോലീസ് അന്വേഷണത്തിൽ മരിച്ച ഷഹനയുമായി അരുൺകുമാറിന് നേരത്തെ മുതൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തി. മതം മാറി വിവാഹം ചെയ്യുന്നതിനെ ചൊല്ലി തിങ്കളാഴ്ച വൈകിട്ട് വഴക്കുണ്ടായി. ഇതിന് പിന്നാലെ മറ്റു മാർഗങ്ങളില്ലാതെ അരുൺ വീട്ടിലുള്ളപ്പോൾ തന്നെ ഷഹന ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തൽ. അതേ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ഷഹനയുടെ മാതാവടക്കം ആരോപിച്ചത് മകൾ ആത്മഹത്യ ചെയ്യില്ല, അയാൾ കൊന്നത് തന്നെയാണ് എന്നൊരു ആരോപണമായിരുന്നു. പക്ഷെ പോസ്റ്റ്മോർട്ടത്തിൽ അത് ആത്മഹത്യയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അതായത് ആത്മഹത്യയിൽ നയിച്ചത് അരുൺ തന്നെയാണ്. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന ആൺസുഹൃത്ത് തന്റെ മകളെ കൊന്നതാണെന്നായിരുന്നു അമ്മ അന്ന് വേദനയോടെ പറഞ്ഞത്. അവൻ തന്നെ ചെയ്തതാണ്, ഞങ്ങൾക്ക് മൊത്തത്തിൽ സംശയമുണ്ട്, അവന്റെ ബൈക്ക് ഇവിടെ ഉണ്ടല്ലോ, അവൻ തന്നെ ചെയ്തതാണ്, എന്നിട്ട് അവൻ തന്നെ എല്ലാവരെയും വിളിച്ചറിയിച്ചു, വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയില്ല, എന്റെ കുട്ടി സ്വയം മരിക്കില്ല എന്നും വേദനാജനകമായ വാക്കുകളാണ് ആ മാതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ അത് അങ്ങനെയല്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. കൊലപാതകമല്ല, മറിച്ച് കൊലപാതകത്തിലേക്ക് നയിച്ചത് തന്നെയാണ് കൊലപാതകമല്ലായിരുന്നു, പക്ഷെ ആത്മഹത്യയിലേക്ക് ഷഹനയെ നയിക്കുകയായിരുന്നു പ്രതി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.